കായംകുളം KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. 10 കോടി രൂപ വിനിയോഗിച്ചാണ് ടെർമിനൽ നിർമ്മിക്കുന്നത്. 19,500 അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം. $10 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കായംകുളം KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത്. 6.5 ദശാബ്ദത്തിലേറെ പഴക്കമുള്ള കേരളത്തിലെ ആദ്യ ബസ് ഡിപ്പോകളിൽ ഒന്നാണ് കായംകുളം KSRTC ഡിപ്പോ. ഇവിടെയാണ് ആധുനിക സംവിധാനങ്ങളോടെ 19,500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നത്. മന്ത്രി KB ഗണേഷ് കുമാർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇതൊരു നല്ല മുഹൂർത്തമാണ്. വളരെ രസകരമായ ഒരു കഥ ഇതിൻ്റെ പുറകിലുണ്ട്. കായംകുളം ബസ് സ്റ്റേഷൻ നമ്മുടെ MLA ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് പഴയ ബസ് സ്റ്റേഷൻ്റെ മുകളിലത്തെ കോൺക്രീറ്റ് ഇളകി വീണ് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന വാർത്തയോടുകൂടിയാണ്. പലപ്പോഴും പ്രതിഭ പറയും തലയിൽ കൂടെയൊക്കെ വീഴുകയാണ് എന്ന് നിയമസഭ വെച്ച് കാണുമ്പോൾ പറയും. അങ്ങനെ ഒരു ദിവസം ഞാൻ മന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പാണ്, ഒരു ദിവസം രാത്രി ഒരു സന്ധ്യ സമയത്ത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ പ്രതിഭ വിളിക്കും. ഞാൻ എടുത്തപ്പോൾ അപ്പുറത്തുനിന്നൊരു കരച്ചിലാണ്. ചേട്ടാ എന്നെ കളിയാക്കി ചേട്ടാ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. ഞാൻ ചെന്ന് ഭയങ്കര ആര് കളിയാക്കി? KSRTCയുടെ മുൻ CMD ഇവിടുത്തെ ഡിസൈൻ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു യോഗം വിളിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും MLA എന്ന നിലയിൽ ചില ആശയങ്ങൾ പറഞ്ഞു. ഞങ്ങളെല്ലാവരും പറയാറുണ്ട്, അങ്ങനെ പറയുന്നവരെ എനിക്കിഷ്ടവുമാണ്. അപ്പോൾ അതിൻ്റെ രൂപകൽപ്പനയെക്കുറിച്ച് പുള്ളിക്കാരി ചില ഐഡിയകൾ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, എന്നെ കായംകുളത്തുകാരനാണ്, എനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു എന്നാണ് മറുപടി. പ്രതിഭ കരച്ചിലോ? ഞാൻ പറഞ്ഞു എന്തോ ചെയ്യാനാ, പ്രതിഭ ഒരു കാര്യം ചെയ്യും, നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ, ഒരു കത്ത് എഴുതിയെങ്കിൽ നമുക്ക് നടപടിയെടുക്കാൻ തോന്നും. MLA-മാരുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഒരു കത്ത് എഴുതി സ്പീക്കർക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനപ്പെടുത്തി വെച്ചു. കേരളത്തിലെ ഏറ്റവും മനോഹരമായ പുതുതായി പണിയുന്ന ബസ് സ്റ്റേഷൻ കായംകുളം ബസ് സ്റ്റേഷനായിരിക്കും. കാരണം ഇതൊരു തീരപ്രദേശമാണ് അടുത്ത് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കപ്പൽ കയറി കിടക്കുന്നോണ്ടിരിക്കുക വണ്ടി, അതിങ്ങനെ ഫുൾ ഫിനിഷ് ചെയ്ത് എൻ്റെ ഫോട്ടോ ഈ നോട്ടീസിൽ കണ്ടു കാണും. ഇതിനകത്തുണ്ട്, ഇതിൻ്റെ താഴെ വരച്ചിട്ടുണ്ട്. ഒരു കപ്പൽ, പഴയ ഒരു പായ്ക്കപ്പൽ ഇങ്ങനെ കയറി കിടക്കുന്ന പോലുള്ള ഷേപ്പിലാണ് ഇത് ചെയ്യുന്നത്. അത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാവും. അതിൻ്റെ പുറത്തെല്ലാം സ്റ്റീലാണ്. പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. വിശാലമായ ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ഭിന്നശേഷി സൗഹൃദ കേന്ദ്രങ്ങൾ, ജീവനക്കാർക്കായി പ്രത്യേക ഓഫീസ് സൗകര്യങ്ങൾ, വിശ്രമമുറികൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മെഡിക്കൽ റൂം, കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് റൂം, വ്യാപാര കേന്ദ്രങ്ങൾ, ലിഫ്റ്റ് സൗകര്യങ്ങൾ, ശീതീകരിച്ച ഡോർമെറ്ററികൾ, ക്ലോക്ക് റൂം, ശൗചാലയങ്ങൾ ഉൾപ്പെടെ ശുചിത്വവും പരിസ്ഥിതി സൗഹൃദവുമായ ടെർമിനലാണ് നിർമ്മിക്കുന്നത്. KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം D അംബുജാക്ഷി, കൗൺസിലർമാരായ SK വിശ്വനാഥ്, ഗംഗാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.